തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ റോഡ് വികസനത്തിൽ നൽകാത്ത MLA ഫണ്ട് നൽകിയെന്ന് പറഞ്ഞ് CPMകാരുടെ വ്യാജ പ്രചരണം പൊടിപൊടിക്കുകയാണ്. ചിറയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വരിപ്പട നടപ്പാത നവീകരണത്തിന് MLA MV ഗോവിന്ദൻ ഫണ്ട് അനുവദിച്ചുവെന്നാണ് വ്യാജ പ്രചരണം നടക്കുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് CPM ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തുന്നതെന്ന ആരോപണവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തളിപ്പറമ്പിലെ CPM പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന കാര്യം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ വരിപ്പട റോഡ് വികസനത്തിന് MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ അനുവദിച്ചു എന്നാണ് പ്രചരണം. CPM അനുകൂലികളായ ക്ഷേത്രം ജീവനക്കാരെ മുന്നിൽ നിർത്തിയാണ് ഈ വ്യാജ പ്രചരണം നടക്കുന്നത്. എന്നാൽ ഇതിന് ഔദ്യോഗികമായി യാതൊരു സ്ഥിരീകരണവുമില്ല. ഇതോടെ വ്യാജ പ്രചരണത്തിനെതിരെ BJP നേതൃത്വം രംഗത്തെത്തി. ഇങ്ങനെ പല പ്രസംഗങ്ങളിലും പറയുന്നത് പോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് അത് ഉണ്ട് എന്ന് പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു സ്വഭാവം MLA ഗോവിന്ദ മാഷ്ക്കുണ്ട്. അദ്ദേഹം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ടെങ്കിൽ അതെന്താണ് അദ്ദേഹം ഈ ക്ഷേത്രത്തെ വികസനത്തിന് വേണ്ടി ചെയ്തത് എന്ന് അദ്ദേഹം ജനങ്ങളോട് പറയട്ടെ. ഇതോടെ MLA ഫണ്ടല്ല, അതൊരു കമ്പനിയുടെ CSR ഫണ്ടാണെന്നായി CPM പ്രചരണം. എന്നാൽ ഇതാകട്ടെ ദേവസ്വം ബോർഡ് പോലും അറിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ വ്യാജ പ്രചരണം നടത്തി 4 വോട്ട് പിടിക്കാനാണ് CPM ശ്രമമെന്നാണ് ഉയരുന്ന ആരോപണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. CPMൻ്റെ വാർഡിൽ BJPയുടെ പ്രവർത്തനം തുടങ്ങി. BJP അത് പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതായ എട്ടുകാലി മമ്മൂഞ്ഞിയുടെ ഒരു റോളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട തളിപ്പറമ്പ് MLA ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. അഥവാ കമ്പനിയുടെ CSR ഫണ്ട് ആണെങ്കിൽ തന്നെ അതിന് MLAക്ക് എന്ത് റോളെന്ന ചോദ്യവും ഉയരുന്നു. ജനം, കണ്ണൂർ.